ഭൂതലത്തിലെങ്ങുമുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പരീക്ഷാകാലത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുന്നല്ലേ അതിന്റെ അർത്ഥം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരവേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പൊ എന്തിന്റെ പരീക്ഷയാ? വിശ്വാസത്തിന്റെ പരീക്ഷ. ആ വിശ്വാസത്തിന്റെ പരീക്ഷയിൽ നീ തോറ്റുപോകാതെ നിന്നെ കാക്കും. അതാണ് കർത്താവ് ചെയ്യുന്നത്. വിശ്വാസം കാത്തു. അതിന്റെ അർത്ഥം ഇത് വിശ്വാസത്തിന്റെ പോരാട്ടമാണ്. ഇനിയാണ് എനിക്ക് കിരീടം. അപ്പൊ കിരീടം കിട്ടുന്നതിന് മുമ്പ് വിശ്വാസത്തിന്റെ പോരാട്ടത്തിൽ ജയം പ്രാപിക്കുന്ന സ്വർണം തീയിൽ ശോധന ചെയ്യുന്നത് പോലെ നമ്മളെ പരിശോധിച്ചെടുക്കുകയാണ്. പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ക്വാളിറ്റി വർദ്ധിക്കുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. ദൈവം നമുക്ക് അനുവദിക്കുന്നത് പരീക്ഷയാണ്. ഉപദ്രവം അനുസരണം കെട്ടവർ, ദൈവക്രോധം അനുസരണം കെട്ടവർക്കാണ്. അനുസരിക്കുന്നവർക്ക് ദൈവ സ്നേഹമാണ്, അവർക്കാണ് പരീക്ഷ. നമ്മുടെ മക്കൾക്ക് പരീക്ഷ അനുവദിക്കാറുണ്ട്. ഈ ഭൂതലത്തിലെങ്ങുമുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പരീക്ഷാകാലത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുന്നല്ലേ അതിന്റെ അർത്ഥം. അല്ല, പരീക്ഷാകാലത്ത് ശ്രദ്ധിച്ചേ, പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരീക്ഷാകാലത്ത് നീ വിശ്വാസത്യാഗത്തിൽ വീണുപോകാതെ നിന്നെ കാക്കും. ഇപ്പൊ നമുക്ക് എന്തിന്റെ പരീക്ഷയാ? യൂദ 1:3 ഒരധ്യായമേ ഉള്ളൂ, 3-ാം വാക്യത്തിൽ പറയുന്നു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരവേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പൊ എന്തിന്റെ പരീക്ഷയാ? വിശ്വാസത്തിന്റെ പരീക്ഷ. ആ വിശ്വാസത്തിന്റെ പരീക്ഷയിൽ നീ തോറ്റുപോകാതെ നിന്നെ കാക്കും. അതാണ് കർത്താവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. യൂദ 1:3 വായിച്ചേ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഇത് ആവശ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് ദേവദാസനെ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്, ആ ഗോസ്പൽ ഓഫ് സാൽവേഷനെ കുറിച്ച് എഴുതാൻ അദ്ദേഹം പോയത്. പക്ഷേ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതാൻ പോയപ്പോ രക്ഷിക്കപ്പെട്ടവർക്ക് ഒരിക്കലായി വരവേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം, അതിനുവേണ്ടി പ്രബോധിപ്പിച്ചെഴുതുന്നത്. ഇനി വിശ്വാസത്തിന്റെ പരീക്ഷയാണ്. ഇതുകൊണ്ടാണ് സെക്കൻഡ് തിമോത്തിയോസിന് എഴുതുന്ന 2-ാം ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് ഇതാ വിശുദ്ധ പൗലോസ് പറയാണ്, ഞാൻ നല്ല ഓട്ടം ഓടി, ഓട്ടം തികച്ചു. ഇതാ ഞാൻ 7-ാം വാക്യം 4:7, 2 തിമോത്തി 4:7. എന്നിട്ട് പറയാണ്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതിന്റെ അർത്ഥം ഇത് വിശ്വാസത്തിന്റെ പോരാട്ടമാണ്. ഇനിയാണ് എനിക്ക് കിരീടം. അപ്പൊ കിരീടം കിട്ടുന്നതിന് മുമ്പ് വിശ്വാസത്തിന്റെ പോരാട്ടത്തിൽ ജയം പ്രാപിക്കണം. വയ്യേ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ വിശ്വാസം കാക്കണം. ഇത് വിശ്വാസത്തിന്റെ പോരാട്ടമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു എന്ന് ചിന്തിച്ച് നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. ഹല്ലേലൂയ. കാരണം പരിശോധനയിൽ സ്വർണം തീയിൽ ശോധന ചെയ്യുന്നത് പോലെ നമ്മളെ പരിശോധിച്ചെടുക്കുകയാണ്. പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ക്വാളിറ്റി വർദ്ധിക്കുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. ഇനിയും ഇതാ കർത്താവ് സാജുവിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഒരു കാര്യം കൂടി പറയാം. ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഈ കാലം എന്ന് പറയുന്നത് നോഹയുടെ കാലം പോലെയാണ്. നോഹയുടെ കാലം പോലെയാണ് ഈ കാലം, അല്ലെ? നോഹയുടെ കാലത്തും ഇതേപോലൊരു സംഭവം ഉണ്ടായി. അന്ന് ലോകം മുഴുവൻ വെള്ളത്തിൽ മൂടി എന്ന് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നു. എന്നാൽ ആ സമയത്ത് ദൈവം നോഹയെയും കുടുംബത്തെയും രക്ഷിച്ചു. അല്ലാണ്ട് ആ വെള്ളപ്പൊക്കത്തിന് മുമ്പ് നോഹയെയും കുടുംബത്തെയും ഒന്നും എടുത്തുകൊണ്ട് പോയില്ല, രക്ഷിക്കുക തന്നെയാ ചെയ്തത്. നീതിമാൻ നീതികെട്ടവർക്ക് വരുന്ന ആ ന്യായവിധി തന്റെ കണ്ണുകൊണ്ട് കാണുമെന്നും ബൈബിൾ പറയുന്നു. ഇതാ നോഹയും കുടുംബവും നോഹയുടെ അനുസരണത്തിന്റെ ഫലമായ പെട്ടകം ഉണ്ടായ ആ പെട്ടകത്തിൽ തന്നെ ദൈവം നോഹയെ കാത്തു. മഴ പെയ്തു, എന്തു പറ്റി? വെള്ളം പൊങ്ങി. പക്ഷെ എത്രമാത്രം വെള്ളം പൊങ്ങുവോ നോഹയുടെ പെട്ടകം അതിന് മുകളിൽ പൊങ്ങും. ഇതാണ് അനുസരിക്കുന്നവന്റെ ഗുണം. ഇതാണ് ഇങ്ങനെയാണ് ദൈവം ഒരുവനെ കാക്കുന്നത്. ന്യായവിധി എത്രയും പൊങ്ങിക്കോട്ടെ, ഈ ന്യായവിധിയുടെ മുകളിൽ പൊങ്ങി നിൽക്കും. കാരണം നിന്നെ സംരക്ഷിക്കുന്ന നീയല്ല, നിന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ്. പിന്നെ പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാനെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഫിലദൽഫിയ സഭയോട് പറയുന്നത്, ലോകത്തുള്ളവരെ പരീക്ഷിക്കുന്ന പരീക്ഷ നാളിന് മുമ്പ് ഞാൻ നിന്നെ കൊണ്ടുപോയിട്ട് നിന്നെ ഞാൻ ഭാഗ്യഹീനനാക്കൂന്നല്ല പറഞ്ഞേ. ശ്രദ്ധിക്കുക, പരീക്ഷ സഹിക്കുന്ന നീ ഭാഗ്യവാനായി തീരും. കാരണം ഇതിലൂടെ കടന്നു കേട്ടോ നിനക്ക് കിരീടമാവാനാണ്.
ഇവിടെയാണ് ആ കിരീടം. അപ്പൊ പരീക്ഷ ഒരിക്കലും നമ്മളെ കൊള്ളരുതാത്തവനാക്കാനല്ല, കൊള്ളാവുന്നവനായി തെളിയാനാ. വളരെ വ്യക്തതയോടെ പറയാണ്. ഇത് ഉപദ്രവമല്ല. ദൈവം നമുക്ക് അനുവദിക്കുന്നത് പരീക്ഷയാണ്. ഉപദ്രവം അനുസരണം കെട്ടവർ, ദൈവക്രോധം അനുസരണം കെട്ടവർക്കാണ്. അനുസരിക്കുന്നവർക്ക് ദൈവ സ്നേഹമാണ്, അവർക്കാണ് പരീക്ഷ. നമ്മുടെ മക്കൾക്ക് പരീക്ഷ അനുവദിക്കാറില്ലേ? നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടാറില്ലേ? ഈ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ പഠിപ്പിച്ച് അവസാനം കോളേജുകാർ അവർക്ക് പരീക്ഷ എടുക്കും. അപ്പൊ നമ്മൾ പറയാണ്, പരീക്ഷയ്ക്ക് മുമ്പേ ഞാൻ നിന്നെ വീട്ടിലേക്ക് വിളിച്ചോളൂ എന്ന് പറയൂ? ഇല്ല. മോള് പരീക്ഷയ്ക്ക് മുമ്പ് വീട്ടിലേക്ക് വരാൻ പോയ എടി ബുദ്ധിഹീനത കാണിക്കല്ലേ, നീ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നാൽ മതി അല്ലേ? അങ്ങനെയല്ലേ പറയൂ? എന്താ, പരീക്ഷ കഴിഞ്ഞാലാണ് നിനക്ക് സ്ഥാനക്കയറ്റം കിട്ടുള്ളൂ. നിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇതാ പലരും 30, 35, 50, 1 കോടിയൊക്കെ കൊടുത്തിട്ട് മക്കളെ MBBS പഠിപ്പിക്കാൻ വിടുന്നു. അങ്ങനെ MBBS പഠിപ്പിക്കാൻ വിട്ടിട്ട് പോയ മോള് പരീക്ഷ എഴുതാതെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ അപ്പന്റെ അമ്മയുടെ മനോഭാവം എന്തായിരിക്കും? തന്റെ പൈസ മുഴുവൻ പോയി, മോളിതാ ഡോക്ടർ ആകാതെ തിരിച്ചു വന്നു, മോൻ ഡോക്ടർ ആകാതെ തിരിച്ചു വന്നു. പലരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെ, നമ്മൾ ആരും വീട്ടിലെ, നമ്മുടെ ഭവനത്തിലെ അപ്പനും അമ്മമാരും ബോധമുള്ളവർ ആരും പറയില്ല എന്റെ മകനും പരീക്ഷ എഴുതാതെ, അവർ കഷ്ടപ്പെടാതെ അവൻ വരുന്നതാണ് എന്റെ ഇഷ്ടമെന്ന്. ഇതേപോലെയാണ് ദൈവവും പറഞ്ഞു കൊടുക്കുകയാണ്. തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ പറയുകയാണ്, ഇതാ ലോകത്തെല്ലാവരും വരാൻ പോകുന്ന പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ അതിന്റെ 3-ാം അധ്യായം 10-ാം വാക്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഫിലദൽഫിയ സഭയോട് പറയുന്നത്. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പൊ ഞാൻ ആ പുസ്തകമൊക്കെ എനിക്ക് കിട്ടി. ഭയങ്കര അനുഗ്രഹമാണ്. ഞാനിപ്പോ ചർച്ചിൽ അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു. അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങളുണ്ട് അത് പറയുമ്പോൾ. മറ്റേ പ്രസംഗങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് മാത്രമേ. ഇതാകുമ്പോൾ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം. എന്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി എത്ര പുസ്തകം ഉണ്ടെങ്കിലും മേടിക്കാൻ തയ്യാറാണ്. അതിനകത്ത് ഞാൻ യൂട്യൂബില് ഞാൻ കാണുന്നുണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജൊക്കെ. അപ്പൊ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് കൊള്ളാം. അത് ഭയങ്കര അനുഗ്രഹ പാസ്റ്റർ.